നമസ്കാരം കൂട്ടുകാരെ, 2001 പുറത്തിറങ്ങിയ പ്രിൻസസ് ഡയറീസ് എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാർ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് മിയ എന്നു പേരുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൾക്ക് അവളുടെ അമ്മ മാത്രമാണുള്ളത്. അമ്മ ഹെലനും അവളും ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അവൾ സ്കൂളിൽ പഠിക്കുകയാണ്. പതിവ് പോലെ അവളൊന്നും സ്കൂളിലേക്ക് പോകുന്നു. പൊതുവെ ആരോടും അധികമൊന്നും മിണ്ടാത്ത, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അധികം പരിഗണനയൊന്നും കൊടുക്കാത്ത, വളരെയധികം സാധാരണമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മിയ. മിയക്കധികം കൂട്ടുകാരൊന്നുമില്ല. ആകെയുള്ളത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലിലിയാണ്. പിന്നെയുള്ളൊരു സുഹൃത്തെന്ന് പറയുന്നത് ലിലിയുടെ ചേട്ടനായ മൈക്കിളുമാണ്. കാര്യം ലിലി ഒരു പാവമാണെങ്കിലും ക്ലാസ്സിൽ പലരും അവളെ ബുള്ളി ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനിയാണ് സ്കൂളിലെ ചിയർ ലീഡർ ആയിട്ടുള്ള ലാന എന്ന പെൺകുട്ടി. എന്നിരുന്നാലും പാവം മിയ അതൊക്കെ സഹിച്ചു പോന്നു. അവരുടെ അതേ ക്ലാസ്സിലായിരുന്നു ജോഷ് എന്ന പയ്യനും ഉണ്ടായിരുന്നത്. ലാനയും ജോഷും തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന അഭ്യൂഹങ്ങളൊക്കെയുണ്ട്. മറുഭാഗത്ത് മിയക്കാണെങ്കിൽ ജോഷിനെ ഇഷ്ടവുമായിരുന്നു. അന്നൊരു ദിവസം ക്ലാസ്സിലൊരു ഡിബേറ്റ് നടക്കുകയാണ്. യൂണിഫോമിനെ സംബന്ധിച്ചാണ് ഡിബേറ്റ് ഉള്ളത്. കാഷ്വൽ വസ്ത്രങ്ങൾ വേണമെന്ന തരത്തിൽ ജോഷ് ക്ലാസ്സിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു. ഏവരും കരഘോഷത്തോടെയായിരുന്നു അവന്റെ സംസാരം കേട്ടത്. പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കേണ്ടത് മിയയാണ്. മിയ വേദിയിലേക്ക് കയറി ചെന്നു. പക്ഷേ ജോഷിനെതിരെ പറയണം. മാത്രമല്ല കുട്ടികളൊക്കെ കളിയാക്കാൻ തയ്യാറായിരിക്കുന്നുമുണ്ട്. അല്പം പരിഭ്രാന്തിയിലായതുകൊണ്ട് അവൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയാതെ വരുന്നു. അതോടെ പറയണോ, അവിടുണ്ടായിരുന്ന ലാനയും മറ്റു കുട്ടികളും അവളെ കണക്കിന് കളിയാക്കുവാണ്. മിയ അതോടെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി. മിയ അന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അവളുടെ അമ്മ അന്ന് അവളുടെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു. അവളുടെ അച്ഛന്റെ അമ്മ, അതായത് മുത്തശ്ശിക്ക് അവളെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമുണ്ട് എന്നമ്മ വ്യക്തമായി പറയുന്നു. പിന്നാലെ മുത്തശ്ശിയുടെ അഡ്രസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മിയക്ക് അതിലൊരു താല്പര്യം തോന്നുന്നില്ല. അച്ഛനുമായി വേർപിരിഞ്ഞ് മിയയും അമ്മയും അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ ശേഷം ഈ പറഞ്ഞ മുത്തശ്ശിയോ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോഴെന്തോ ഒരു പ്രത്യേകിച്ചൊരു കാണാൻ വരൽ എന്നായിരുന്നു മിയയുടെ ചോദ്യം. പക്ഷെ അമ്മ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അടുത്ത ദിവസം മുത്തശ്ശിയുടെ അടുത്തു പോവാൻ സമ്മതിപ്പിക്കുകയാണ്. പിറ്റേന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ കൊടുത്ത അഡ്രസ്സിലേക്ക് മിയ നടന്നു ചെല്ലുന്നു. അവൾ എത്തിച്ചേർന്നത് വളരെ വലിയൊരു മാൻഷന് മുമ്പിലായിരുന്നു. അവൾക്കല്പം അതിശയമൊക്കെ തോന്നുന്നുണ്ട്. അതുവരേക്കും അവളുടെ മുത്തശ്ശിയെ പറ്റിയോ അച്ഛനെ പറ്റിയോ അവൾക്ക് വലിയ വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. വൈകാതെ മുത്തശ്ശി വന്നു. അപ്പോഴാണ് മിയ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മിയയുടെ മുത്തശ്ശി ക്ലാരിസി ചെറിയ യൂറോപ്യൻ രാജ്യമായ ജനോവിയയിലെ ക്യൂനാണെന്ന കാര്യം. അതവളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അപ്പോഴും മുത്തശ്ശി എന്തിനാ വിളിപ്പിച്ചിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നില്ല. വൈകാതെ മുത്തശ്ശി തന്നെ കാര്യം തുറന്നു പറയുകയാണ്. മുത്തശ്ശിയുടെ മകൻ, അതായത് മിയയുടെ അച്ഛൻ അടുത്ത് മരണപ്പെട്ടു. രാജ്യത്തിന്റെ അനന്തരാവകാശി, അതായത് അടുത്ത രാജാവാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് ശേഷം രാജ്യം ഭരിക്കുവാൻ പിന്തുടർച്ച അവകാശിയായി മറ്റാരുമില്ല. ഉള്ളത് മകന്റെ മകളായ മിയ മാത്രമാണ്. മിയ ജനോവിയ രാജ്യത്തിന്റെ രാജകുമാരിയായി അധികാരങ്ങൾ ഏറ്റെടുക്കണം. അത് മിയയോട് ആവശ്യപ്പെടാനായിരുന്നു മുത്തശ്ശി എത്തിച്ചേർന്നിരുന്നത്. ഒറ്റയടിക്ക് അതൊക്കെ കേട്ടതും മിയയുടെ കിളിപാറി. അവളാകെ കൺഫ്യൂസ്ഡായി. മുത്തശ്ശി ഇത് മനസ്സിലാക്കുന്നുണ്ട്. നീ സമ്മതിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ താൻ അറേഞ്ച് ചെയ്തോളാം എന്ന രീതിയിൽ മുത്തശ്ശി അവളോട് പറയുകയാണ്. പക്ഷേ ഭയന്നുപോയ അവളാകട്ടെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയോടി. അന്ന് വീട്ടിലേക്ക് എത്തിയ മിയ അമ്മയ്ക്കടുത്ത് വലിയ തോതിൽ വഴക്കുണ്ടാക്കുവാണ്. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നുവല്ലേ, എന്റെ ഹിസ്റ്ററിയും ഒക്കെ അറിയാം. എന്നിട്ടും അമ്മ ഇതുവരെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിയുടെ ഉദ്ദേശം അറിഞ്ഞിട്ട് തന്നെയല്ലേ അമ്മ എന്നെ പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിച്ച് മിയ ഷൗട്ട് ചെയ്തു. പക്ഷെ അവളുടെ അമ്മ സമാധാനത്തോടെ കാര്യങ്ങൾ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് മിയയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞത്. ശേഷം അമ്മ തനിച്ച് മിയക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ചെറുപ്പത്തിലെ രാജകീയ പശ്ചാത്തലമൊക്കെ അവൾക്ക് കിട്ടിയാൽ അവൾ ഒരു സ്പോയിൽഡ് ചൈൽഡായി പോകുമോ എന്നൊക്കെ അവർ ഭയന്നിരുന്നു. അതുകൊണ്ട് അവൾ പ്രായപൂർത്തിയാകുമ്പോൾ അവളോട് എല്ലാ സത്യങ്ങളും പറയാം എന്നായിരുന്നു അമ്മ കരുതിയിരുന്നത്. ഇതിപ്പോ പെട്ടെന്ന് അവളുടെ അച്ഛൻ മരിച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് അത് മിയ നേരത്തെ അറിഞ്ഞത്. നിന്റെ അച്ഛന്റെ സ്ഥാനമാണ് നിനക്ക് ലഭിക്കേണ്ടെന്ന, നീ ചെയ്യേണ്ടെന്ന, നീ ഏറ്റെടുക്കേണ്ടുന്ന പ്രവൃത്തിയും സ്ഥാനവും മുത്തശ്ശി പറയുന്ന പോലെ നീ അനുസരിക്കണം. അമ്മ മിയയെ ഉപദേശിച്ചു. അടുത്ത ദിവസം മിയയുടെ മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നിരുന്നു. മുത്തശ്ശി
എലനെ കണ്ട് മിയ രാജകുമാരിയാകുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. പക്ഷേ സാധാരണ പെൺകുട്ടിയായി ജീവിച്ചവൾക്ക് രാജകീയ കാര്യങ്ങളിൽ വലിയ അറിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൾക്കൊരു ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും ഒക്കെ വേണ്ടിവരും എന്ന് മുത്തശ്ശി പറയുകയാണ്. ആ സമയം മിയ അങ്ങോട്ടേക്ക് കടന്നു വന്നു. താനൊരു രാജകുമാരിയും ആവാനില്ല എന്നവൾ തീർത്തു പറയുന്നു. പക്ഷേ അവളുടെ അമ്മ അവളോട് സംസാരിക്കുകയാണ്. ശരിയാ, രാജകുമാരിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നീ ഒറ്റയടിക്കത് ഏറ്റെടുക്കാനല്ലോ പറയുന്നേ. നീ ആദ്യം ആ ഗ്രൂമിംഗ് സെക്ഷനും രാജകുമാരി ആവാനുള്ള ട്രെയിനിങ് സെക്ഷനും ഒക്കെ അറ്റൻഡ് ചെയ്യ്. എന്നിട്ട് നിനക്കിത് ഓക്കെ അല്ലെന്ന് തോന്നിയ അത് വേണ്ടെന്ന് വെച്ചേരെ. ഒറ്റയടിക്ക് വേണ്ടെന്ന് പറയണ്ടല്ലോ. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മിയ അതിനെ സമ്മതിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് മുത്തശ്ശി അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ സെക്യൂരിറ്റിക്കും സുരക്ഷയ്ക്കും അവൾക്ക് സഞ്ചരിക്കാനും വേണ്ടി ഒരു ബോഡി ഗാർഡിനെയും ഒരു കാറും മുത്തശ്ശി ഏർപ്പാടാക്കി കൊടുക്കുന്നു. മിയ അന്ന് സ്കൂളിലേക്ക് ആ ലക്ഷറി കാറിലായിരുന്നു പോയത്. പോകുന്ന വഴിക്ക് കൂട്ടുകാരി ലില്ലിയെ പിക്കപ്പ് ചെയ്യണം. അതിനായി അവർ കാറ് നിർത്തി. ലിലി മിയയെ അത്രയും ലക്ഷറിയസ് ആയ ഒരു കാറിൽ കാണുന്നതും ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ തനിക്ക് ഈ സൗഭാഗ്യമൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം മിയ ലില്ലിയോട് പറയുന്നില്ല. കാരണം അവൾ രാജകുമാരിയാണെന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് എല്ലാവരിൽ നിന്നും മറച്ചുവെക്കണം എന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടിരുന്നു. അവളുടെ സുരക്ഷയും രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് മിയ ലില്ലിയുടെ ചേട്ടൻ മൈക്കിളിനെ കാണാൻ പോകുന്നുണ്ട്. മൈക്കിളിന് ലില്ലിയോട് ആദ്യമേ തൊട്ടേ പ്രണയമായിരുന്നു. പക്ഷെ അവൻ പറയാൻ മടിച്ച് അതുള്ളിൽ തന്നെ സൂക്ഷിച്ചു. അവളുമായി അടുക്കാൻ ശ്രമിച്ചിരുന്ന മൈക്കിൾ മിയക്കടുത്ത് തന്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം വരുന്നുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. ഒപ്പം ഡേറ്റും പറഞ്ഞു. മിയയും സന്തോഷത്തോടെ അതിനെന്താ വരാമല്ലോ എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. വൈകാതെ മിയയുടെ ട്രെയിനിങ് ആരംഭിക്കുകയായിരുന്നു. ഗ്രൂമിങ്ങിനും മറ്റുമായി മിയ മുത്തശ്ശിയുടെ അടുത്തേക്കെത്തി. ഒരു രാജകുമാരി എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ പൊളൈറ്റായി ബിഹേവ് ചെയ്യണം എന്നതിനൊക്കെയും മിയക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആരംഭിച്ചു. വളരെ കാഷ്വലായി പെരുമാറിയിരുന്ന മിയയെ സംബന്ധിച്ച് അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും അവൾ ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ മിയക്കൊരു മേക്ക് ഓവർ കൊടുക്കുവാൻ മുത്തശ്ശി തീരുമാനിക്കുകയാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്റ്റൈലിസ്റ്റ് മിയയെ അണിയിച്ചൊരുക്കാൻ എത്തുന്നു. അവർ മിയയുടെ കണ്ണടകൾ എടുത്തുമാറ്റി കോണ്ടാക്ട് ലെൻസുകൾ വെച്ചു. ചുരുണ്ട മുടി നിവർത്തി ആവശ്യത്തിന് സ്റ്റൈലിങ്ങും മേക്കപ്പും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ മിയയുടെ ലുക്ക് തന്നെ മാറിയിരുന്നു. തന്റെ പുതിയ രൂപം കണ്ട് മിയക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഏവരും അവളെ കണ്ട് അതിശയിച്ചു. തുടർച്ചയായി മുത്തശ്ശിയുടെ ഗ്രൂമിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മിയക്ക് കൂട്ടുകാരി ലിലിക്കൊപ്പം സമയം ചിലവഴിക്കാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലിലിക്ക് അതിൽ പരിഭവവും ഉണ്ടായിരുന്നു. മേക്ക് ഓവർ കഴിഞ്ഞ് മിയയെ കാണുന്ന ലിലി ആകെ അതിശയിക്കുന്നുണ്ട്. തന്നോട് പറയാത്ത എന്തോ രഹസ്യങ്ങൾ മിയക്കുണ്ട്. അവളാണേൽ ഇപ്പൊ തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ലിലി ഒരു ദിവസം മിയയെ കുറ്റപ്പെടുത്തുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും അത്തരത്തിൽ കുറ്റപ്പെടുത്തൽ കേട്ടത് അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിരുന്നാലും രഹസ്യം പറയാൻ പറ്റില്ലല്ലോ. എന്തു വേണമെന്ന് അവൾ ഒരുപാട് ആലോചിച്ചു. പണ്ട് തൊട്ടേ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെയുള്ളത് ലില്ലി മാത്രമാണ്. അതുകൊണ്ട് ലില്ലിയോട് സത്യം പറയാൻ അവൾ തീരുമാനിക്കുവാണ്. ആരോടും പറയരുതെന്ന് പറഞ്ഞ് തനിക്ക് വന്ന ഭാഗ്യത്തെപ്പറ്റി ലില്ലിയെ മിയ അറിയിക്കുന്നു. അത് കേട്ടതും ലില്ലിയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവൾ രാജകുമാരിയായാൽ ലിലിക്ക് രാജകുമാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാമല്ലോ. മേക്ക് ഓവർ കഴിഞ്ഞെങ്കിലും കുട്ടികൾ തന്റെ ഭംഗി തിരിച്ചറിഞ്ഞ് തന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് മിയ ഭയന്നിരുന്നു. അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ മിയ ക്ലാസ്സിലിരിക്കുന്ന ഒരു ദിവസം മിയയെ അപമാനിക്കാൻ എന്ന വണ്ണം മിയയുടെ തൊപ്പിയെടുത്ത് മാറ്റുവാൻ ലാല പറഞ്ഞു. പക്ഷേ തൊപ്പി മാറ്റിയതും സ്ട്രെയിറ്റൻ ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മിയയുടെ സുന്ദരമായ മുടിയും പൂർണ്ണമായ മുഖവും എല്ലാവരുടെയും മുമ്പിലേക്ക് വ്യക്തമാവുകയാണ്. അത് കണ്ട് കുട്ടികളൊക്കെ അതിശയിച്ചു. മിയക്ക് അത്രമേൽ മാറ്റങ്ങളുണ്ടായിരുന്നു. എല്ലാവരും അവളുടെ മാറ്റത്തെ പ്രകീർത്തിക്കാനും മറ്റും തുടങ്ങി. മിയയെ കളിയാക്കാൻ ഒരു അവസരം നോക്കി അത് ചെയ്ത ലാനയ്ക്കാകട്ടെ അത് കണ്ട് സഹിക്കുന്നില്ല. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നുപോലും അവൾക്ക് തോന്നുകയുണ്ടായി. പക്ഷേ അടുത്ത ദിവസം മിയ കൂട്ടുകാർക്കൊപ്പം സ്കൂളിലേക്ക് എത്തിയപ്പോഴോ സ്കൂളിൽ മുഴുവൻ പത്രക്കാരുണ്ട്. എന്താ കാര്യമെന്ന് മിയക്ക് മനസ്സിലാകുന്നില്ല. മിയയെ കണ്ടതും അവരൊക്കെ ചുറ്റിവളയാൻ ആരംഭിച്ചു. അവൾ രാജകുമാരിയാണ് എന്ന കാര്യം പുറത്തേക്ക് ലീക്ക് ഔട്ട് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു പത്രക്കാർ ചുറ്റിവളഞ്ഞത്. മിയ ഭയന്ന് വേഗത്തിൽ സ്കൂളിനകത്തേക്ക് കയറുകയാണ്. ആകെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ലില്ലിയോടാണ്. ലില്ലിയാവോ ഇത് പുറത്തുവിട്ടത് എന്ന തരത്തിൽ സംശയം അവൾക്ക് തോന്നി. പക്ഷേ വൈകാതെ മുത്തശ്ശി തന്നെ വിവരം ലീക്കാക്കിയാളെ കണ്ടെത്തി. അത് ലില്ലിയായിരുന്നില്ല. മുത്തശ്ശി മിയയെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ഫെയിം കിട്ടാൻ വേണ്ടി അയാൾ ചെയ്തതായിരുന്നു അത്. രാജകുമാരിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ കാലത്തേക്ക് കാര്യങ്ങൾ മറച്ചുവെക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വരികയാണ്.
ലോകമൊട്ടുക്കും മിയയെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്തെയും മറ്റിടങ്ങളിലെയും പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖരെ വിളിച്ചുകൂട്ടി ഒരു പാർട്ടി സംഘടിപ്പിച്ച് മിയയെ അവർക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുവാൻ മുത്തശ്ശി തീരുമാനിക്കുന്നു. വന്നെത്തിയ ഗസ്റ്റുകൾക്ക് മുമ്പിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വന്ന മിയയെ മുത്തശ്ശി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശേഷം അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. പക്ഷേ രാജകീയ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ടേബിളിലിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത മിയയ്ക്ക് അവിടുത്തെ രീതികൾ മനസ്സിലാവുന്നില്ല. അബദ്ധത്തിൽ അവൾ അവിടെ കുറെ പ്രശ്നങ്ങളിൽ പെടുന്നു. അടുത്തിരുന്ന ആളുടെ കയ്യിൽ തീപിടിപ്പിക്കുകയും വെയിറ്ററെ തട്ടിമറിച്ച് വീഴ്ത്തുകയും കാര്യങ്ങൾ ആകെ അലങ്കോലമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് രാജകുടുംബാംഗങ്ങൾ ഒരു ഫൺ പോലെ ചിരിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി ആകെ വല്ലാതായി തലയ്ക്ക് കൈവച്ചുപോയി. ട്രെയിനിങ് പൂർണ്ണമാക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ, അതിനു മുമ്പേ ഇതൊക്കെ സംഭവിച്ചു പോവുകയായിരുന്നല്ലോ. മിയക്കും അതിൽ കുറ്റബോധം തോന്നാതിരുന്നില്ല. അടുത്ത ദിവസം മിയ മുത്തശ്ശിയുടെ അടുത്തേക്കെത്തുകയാണ്. തലേ ദിവസത്തെ പാർട്ടി ആകെ കുളമായതുകൊണ്ട് മുത്തശ്ശി തന്നോട് ദേഷ്യത്തിലായിരിക്കുമോ എന്ന് മിയ ഭയന്നിരുന്നു. മിയ അതിന് മുത്തശ്ശിയോട് ക്ഷമയും ചോദിച്ചു. പക്ഷെ മുത്തശ്ശി വളരെ കൂളായിട്ടായിരുന്നു അവളോട് ഇടപഴകിയത്. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച മുത്തശ്ശി അന്നത്തെ ട്രെയിനിങ്ങിന് പകരം അവർക്കൊന്നിച്ച് പുറത്തു പോകാം എന്ന് പറയുകയാണ്. മിയക്കും ഏറെ സന്തോഷമായി. അവരൊന്നിച്ച് പുറത്ത് പലയിടത്തും ഔട്ടിങ്ങിന് പോയി. രസകരമായി ഒരുപാട് സമയം അവരൊന്നിച്ച് ചിലവഴിക്കുന്നുണ്ട്. മുത്തശ്ശിയുമായി മിയക്ക് നല്ല ബോണ്ട് തന്നെ സംഭവിക്കുന്നു. പിന്നീട് മിയ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു അബദ്ധം സംഭവിക്കുകയാണ്. കുത്തനെയുള്ള ഒരു കയറ്റത്തിൽ നിയന്ത്രണം വിട്ട് മിയ ഓടിച്ച കാർ നേരെ പുറകോട്ട് വരാൻ തുടങ്ങി. പുറകിലൂടെ വന്നിരുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു കാർ ഇടിച്ചു നിന്നത്. പിന്നാലെ പോലീസ് എത്തുകയും കാര്യം പ്രശ്നമായി മാറുകയും ചെയ്യുകയാണ്. പക്ഷേ മിയക്കെന്ത് പേടിക്കാൻ, മുത്തശ്ശിയല്ലേ കൂടെയുള്ളത്. മുത്തശ്ശി തന്റെ പവർ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യുന്നു. പോലീസ് കാറിൽ തന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അന്നത്തോടെ മിയക്ക് മുത്തശ്ശിയോട് കൂടുതലൊരു അടുപ്പവും സ്നേഹവും തോന്നുകയാണ്. പിന്നീട് മിയ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ കുട്ടികൾ മിയയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പലരും മിയയുടെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നു. പണ്ട് മിയയെ കുറ്റം പറഞ്ഞിരുന്ന ലാന വരെ മിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് പത്രക്കാരോട് തള്ളിമറിക്കുന്നു. മിയ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പണ്ട് ഏവരും അകറ്റി നിർത്തിയിരുന്നതാണല്ലോ, ഇപ്പോ എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു കാര്യം കൂടി നടക്കുകയാണ്. മിയക്ക് ക്രഷ് ഉണ്ടായിരുന്ന പഴയ ജോഷുണ്ടല്ലോ, അവൻ പണ്ട് മിയയെ മൈൻഡ് ചെയ്യാറ് പോലും ഉണ്ടായിരുന്നില്ല. അവനിപ്പോൾ മിയയോട് അടുക്കാൻ ശ്രമിക്കുകയും സംസാരിക്കുകയുമാണ്. മിയക്കും സന്തോഷം തോന്നി. അവൻ അവളെ ഒരു ബീച്ച് പാർട്ടിക്ക് ക്ഷണിച്ചു. മിയയും വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ആ പാർട്ടിയുള്ളത് മൈക്കിളിന്റെ പ്രോഗ്രാമിന്റെ അന്ന് തന്നെയായിരുന്നു. കൗമാരപ്രായമാണല്ലോ. ജോഷിന്റെ കൂടെ പാർട്ടിക്ക് പോവാൻ ആഗ്രഹിച്ച മിയ നേരെ മൈക്കിളിന്റെ അടുത്തെത്തുകയാണ്. മൈക്കിളിനോട് താൻ പാർട്ടിക്ക് പോകുന്ന കാര്യം പറഞ്ഞ് അവന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമിന് വരാൻ സാധിക്കില്ല എന്ന് അവനെ അറിയിക്കുന്നു. മൈക്കിളിന് അതിൽ വലിയ ദുഃഖം തോന്നുന്നുണ്ട്. പണ്ട് ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവളെ ഇഷ്ടപ്പെടുകയും അവളുടെ കൂട്ടുകൂടുകയും ചെയ്ത വ്യക്തിയാണ് മൈക്കിൾ. അവൻ എന്തായാലും സങ്കടമുണ്ടാവുമല്ലോ. മിയ വീട്ടിലേക്ക് തിരിച്ചെത്തി ജോഷിനൊപ്പം ബീച്ച് പാർട്ടിക്ക് പോകുന്ന കാര്യം വീട്ടിൽ പറയുവാണ്. പക്ഷെ അവളുടെ അമ്മ വാൺ ചെയ്തു. ഇപ്പോഴുള്ള ഈ പയ്യന്മാരും അടുപ്പവുമൊക്കെ നിന്റെ അധികാരവും നിന്റെ ഈ മാറ്റങ്ങളും കണ്ട് വന്നിട്ടുള്ളവരാ. അവരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുറപ്പില്ല. പക്ഷേ മിയയുണ്ടോ ഇതൊക്കെ ചെവികൊള്ളുന്നു. കൗമാരപ്രായമാണല്ലോ, താൻ എന്തായാലും ബീച്ച് പാർട്ടിക്ക് പോകും, ജോഷ് നല്ലവനാ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ വാക്ക് തള്ളി അവൾ ബീച്ച് പാർട്ടിക്ക് പോവുകയാണ്. ഒരുപാട് കുട്ടികളും ആൾക്കൂട്ടവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം മന്ന പത്രക്കാരും എന്തെങ്കിലും വാർത്ത കിട്ടുമോ എന്നറിയാൻ മിയയെ ചുറ്റിപ്പറ്റി പറക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചതും ജോഷും മിയയെയും കൂട്ടി അവിടെയുള്ള ഒരു ക്യാബിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെ വെച്ച് മിയയെ ചുംബിക്കാനും മറ്റും അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിയ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അവൾ പുറത്തേക്കിറങ്ങി ചെന്നതും പുറത്തതാ ഒരു കൂട്ടം മീഡിയക്കാരെ നിൽക്കുന്നു. അവളാകെ വല്ലാതായി. ജോഷിനാകട്ടെ അത് വലിയ എക്സൈറ്റ്മെന്റും കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇതൊക്കെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരും എന്ന് ജോഷിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ വെച്ച് ബലമായി മിയയെ ചുംബിക്കുകയാണ്. മിയക്കൊപ്പം അവനും അപ്പോൾ ലൈംലൈറ്റിൽ വരാൻ സാധിക്കുമല്ലോ. അത് മാത്രമായിരുന്നു അവന്റെ ഉദ്ദേശം. ഏറെ ദേഷ്യം വന്ന മിയ അവനെ തള്ളിമാറ്റി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ജോഷിന്റെ ഉദ്ദേശം എന്തെന്ന് മിയ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ലാനയും കൂട്ടരുമുണ്ട്. ജോഷ് അവളെ ചുംബിച്ചതും മറ്റും ലാനയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ മിയക്ക് വസ്ത്രം മാറണമായിരുന്നു. അവിടെയുള്ള ഒരു താൽക്കാലിക ടെന്റിൽ കയറി വേഗം വസ്ത്രം മാറിക്കോ എന്ന് പറഞ്ഞ ലാന മിയയെ ടെന്റിനകത്തേക്ക് വിടുകയാണ്. പക്ഷേ വസ്ത്രം മാറാൻ മിയ കയറിയതും ലാന പത്രക്കാരെ വിളിച്ചുകൂട്ടി ടെന്റ് ഊരിമാറ്റി. അതോടെ മിയയ്ക്ക് നാണം മറയ്ക്കുവാൻ ടവ്വലും മാത്രം ചുറ്റി നിൽക്കേണ്ട അവസ്ഥ വന്നു. മന്നപത്രക്കാരാകട്ടെ അതിന്റെയൊക്കെ ചിത്രങ്ങളും പകർത്തി
എത്തി. അടുത്ത ദിവസം അതായിരുന്നു മിക്ക ന്യൂസ് പേപ്പറിന്റെയും പ്രധാന വാർത്ത. മിയക്ക് നാണക്കേടും സങ്കടവും സഹിക്കാൻ സാധിക്കുന്നില്ല. മിയയെപ്പറ്റി വന്ന ന്യൂസ് മുത്തശ്ശിയുടെ മുമ്പിലേക്കും എത്തിയിരുന്നു. മുത്തശ്ശി അല്പം അപ്സെറ്റ് ആകുന്നുണ്ട്. ഓൾറെഡി പാർട്ടിയിൽ നാണം കെട്ടതാണ്. ഇതിപ്പോൾ ഇതാ എല്ലാവരുടെയും മുമ്പിൽ പത്രത്തിൽ വാർത്ത വന്ന് അടുത്ത പ്രശ്നവും ഉണ്ടായിരിക്കുന്നു. എന്നിരുന്നാലും മുത്തശ്ശി മിയയോട് ദേഷ്യപ്പെട്ടില്ല. അവളോട് സ്നേഹത്തിൽ ഇടപഴകി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. തെറ്റുകളിലൂടെ പാഠങ്ങൾ പഠിച്ചെടുക്കണം എന്നും അവളെ ഉപദേശിച്ചു. അവളുടെ കൂട്ടുകാർ യഥാർത്ഥ കൂട്ടുകാർ ആരാണെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതും വ്യക്തമായി അവൾക്ക് പറഞ്ഞുകൊടുത്തു. മിയക്കതൊക്കെ വലിയ ആശ്വാസമാകുന്നുണ്ടായിരുന്നു. വൈകാതെ പട്ടാഭിഷേക ചടങ്ങുകളും മറ്റും നടത്തണം എന്നും മുത്തശ്ശി അവളെ അറിയിക്കുകയാണ്. മിയക്ക് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മുത്തശ്ശി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അവൾ അതുപോലെ അധികാരം ഏറ്റെടുക്കേണ്ട സമയമാകുമ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാക്കുമ്പോൾ അവൾക്ക് കൊടുക്കുവാൻ വേണ്ടി അവളുടെ അച്ഛൻ വാങ്ങിവെച്ച ഒരു ഡയറിയായിരുന്നു അത്. സന്തോഷത്തോടെ മുത്തശ്ശിയുടെ ആ ഗിഫ്റ്റ് അവൾ ഏറ്റുവാങ്ങുകയാണ്. അടുത്ത ദിവസം മിയ പതിവ് പോലെ സ്കൂളിൽ പോയി. ലില്ലിയെ കണ്ട് അവളെ അവഗണിച്ചതിനും മറ്റുള്ളവർ അടുപ്പം കാണിച്ചപ്പോൾ മയങ്ങിപ്പോയതിനും അവളോട് ക്ഷമ ചോദിച്ചു. ലില്ലിയും അവളുടെ ക്ഷമാപണം സ്വീകരിച്ചു. പിന്നാലെ മിയ തന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിലേക്ക് അവളെ ക്ഷണിച്ചു. അവൾ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. അടുത്തതായി മിയക്ക് കാണേണ്ടത് മൈക്കിളിനെയായിരുന്നു. മിയ മൈക്കിളിന്റെ മുമ്പിലെത്തി. തനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവന്റെ പ്രോഗ്രാമിന് വരാൻ പറ്റാതിരുന്നതിന് ക്ഷമ ചോദിച്ച് അവനോട് വീണ്ടും അടുപ്പത്തിലാകുവാൻ ശ്രമിച്ചു. പക്ഷേ മൈക്കിളിന് അങ്ങനെ പെട്ടെന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിനക്കിഷ്ടമാ ജോഷിനെയായിരുന്നില്ലേ, നീ അവന്റെ ഒപ്പം പൊക്കോ എന്ന് മൈക്കിൾ അല്പം രൂക്ഷമായി പറയുകയാണ്. അവളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് താൻ വരില്ലെന്നും അവൻ കട്ടായം പറയുന്നു. മിയക്കതൊക്കെ വലിയ വിഷമമാകുന്നുണ്ട്. വീട്ടിലെത്തിയ അവൾ സ്ഥാനാരോഹണ ചടങ്ങുകളെ പറ്റിയും മറ്റും ഒരുപാട് ആലോചിച്ചു. താൻ ആ സ്ഥാനമേറ്റാൽ ശരിയാകുമോ, മുത്തശ്ശിയെ വീണ്ടും താൻ അപമാനിതയാക്കുമോ എന്നൊക്കെ അവളുടെ ഉള്ളിൽ ഭയം വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒളിച്ചോടി രക്ഷപ്പെട്ടു പോയാലോ എന്ന് മിയ ചിന്തിക്കുകയാണ്. തനിക്ക് സ്ഥാനമേൽക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ മറ്റാരെയെങ്കിലും മുത്തശ്ശി അത് ഏൽപ്പിച്ചോളും എന്നൊക്കെ അവൾ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടാൻ മിയ ലാസ്റ്റ് തീരുമാനിക്കുവാണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ മുത്തശ്ശി അവൾക്ക് കൊടുത്ത അച്ഛന്റെ ഗിഫ്റ്റായ ഡയറി അവൾ എടുക്കുകയായിരുന്നു. പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ഒരു കത്ത് പറന്ന് താഴെ വീണു. മിയ അച്ഛൻ എഴുതിയ ആ കത്ത് വായിക്കുകയാണ്. അതിൽ അവളോട് പറയാനുള്ളത് അത്രയും അച്ഛൻ എഴുതി വെച്ചിരുന്നു. ഒരു രാജകുടുംബാംഗത്തിന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയും എന്തുകൊണ്ടാണ് അവൾ അധികാരം ഏറ്റെടുക്കേണ്ടതെന്നും ഒരു രാജകുടുംബാംഗം എത്രമാത്രം ധൈര്യത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട വ്യക്തിയാണെന്നും ഒക്കെ അതിലുണ്ടായിരുന്നു. അച്ഛന്റെ ആ കത്ത് അവളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. അതോടെ അടുത്ത ദിവസം നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വേഗം ചെല്ലുവാൻ അവൾ തീരുമാനിക്കുവാണ്. രാത്രിക്ക് രാത്രി അവൾ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. എന്നാലും പിന്മാറാതെ മഴ നനഞ്ഞ തന്റെ പഴയ കാറുമെടുത്ത് അവൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് പുറപ്പെടുന്നു. പക്ഷേ പാതി വഴിയിൽ അവളുടെ വണ്ടി കേടാവുകയാണ്. സമയത്തിന് അവിടെ എത്താൻ സാധിക്കില്ലേ, താൻ എത്തിയില്ലെങ്കിൽ, താൻ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ മുത്തശ്ശി അപമാനിതയാകുമല്ലോ എന്നൊക്കെ ഓർത്ത് അവൾ വല്ലാതെ വറീഡാവാൻ തുടങ്ങി. കൃത്യസമയത്ത് അപ്പോഴായിരുന്നു മുത്തശ്ശി പറഞ്ഞുവിട്ട് വലിയ കാറുമായി ജോ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതിനിടയിൽ മൈക്കിൾ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിരുന്ന മിയ മൈക്കിളിന് ക്ഷമ ചോദിച്ച് സോറി എന്നെഴുതിയ ഒരു പിസ അയക്കുന്നുണ്ട്. മൈക്കിൾ അത് സ്നേഹത്തോടെ ഏറ്റുവാങ്ങുന്നു. ചടങ്ങിന് പോകണോ എന്നവൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നയിടം മുത്തശ്ശി അവിടെ മിയയെ കാണാതായതോടെ മിയ അതിനൊരുക്കമല്ലെന്ന് ചിന്തിച്ച് മിയയുടെ റിജക്ഷന്റെ കാര്യം അനൗൺസ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴായിരുന്നു നനഞ്ഞു കുളിച്ച് അണിഞ്ഞൊരുങ്ങാതെ അങ്ങോട്ടേക്ക് ബോഡിഗാർഡ് ജോയുടെ ഒപ്പം മിയ വന്നു കയറുന്നത്. അത് കണ്ട് മുത്തശ്ശി ഒന്ന് അമ്പരക്കുന്നുണ്ടെങ്കിലും മിയയെ മുത്തശ്ശി സംസാരിക്കാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. കിരീടധാരണത്തിന് മുമ്പ് മിയ ഏവരോടും തന്റെ സ്ഥാനാരോഹണത്തെപ്പറ്റി സംസാരിക്കണം. മൈക്കിന് മുമ്പിലെത്തി ആദ്യം അവൾ പരിഭ്രമിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് അച്ഛൻ എഴുതിയ വാക്കുകളും കത്തിലെ വരികളും ഓർമ്മ വന്നി അവൾ അതുവെച്ച് അതിഗംഭീരമായി അവിടുള്ള സദസ്സിനോട് സംസാരിക്കുകയാണ്. ഏവരുടെയും ശ്രദ്ധയും പ്രശംസയും അവൾ അതോടെ നേടിയെടുക്കുകയായിരുന്നു. പൂർണ്ണ മനസ്സോടെ രാജകുമാരി അവൻ സമ്മതിച്ച മിയയെ പിന്നാലെ മുത്തശ്ശി കിരീടമണിയിച്ചു. ശേഷം അണിഞ്ഞൊരുങ്ങാൻ പറഞ്ഞുവിട്ടു. ശേഷം അണിഞ്ഞൊരുങ്ങി പൂർണ്ണമായി രാജകുമാരിയുടെ ആഡംബരത്തോടെ മിയ താഴേക്കിറങ്ങി വരികയാണ്. ഏവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
അത്രമേൽ ഭംഗിയിൽ അവൾ കാണപ്പെട്ടു. ശേഷം പാർട്ടി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൈക്കിളിനെ വിളിച്ച് മൈക്കിളിനൊപ്പമായിരുന്നു അവൾ ഡാൻസ് ചെയ്യുന്നത്. പിന്നീട് മിയ മൈക്കിളിനോട് തനിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൾ അവനോടും അവൻ അവളോടും തങ്ങളുടെ പ്രണയം തുറന്നു പറയുന്നു. പിന്നീട് മിയ ജനൂബിയ രാജ്യത്തിന്റെ രാജകുമാരിയായി അധികാര കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈയാളുകയാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.